ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം ലുലു മാളിൽ പോയപ്പോൾ കുറച്ച് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പുതിനയിലയും കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഈ പുതിനയില മേടിച്ച് ഞാൻ കുറച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെടുത്തു ഈ പുതിനയില അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് അതിനൊന്ന് വേര് പിടിപ്പിച്ചെടുക്കാം. അത് നമുക്ക് ഫ്രഷായിട്ടുള്ളൊരു പുതിനയിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താൽ വളരെ നല്ല ഒരു കാര്യമല്ലേ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോഴത്തേ അതിൻ്റെ ഇലയൊക്കെ ഞാൻ നുള്ളി എടുക്കുന്നുണ്ട്. ഈ ഇലയൊക്കെ നമുക്ക് കളയാനല്ല കേട്ടോ. അപ്പം ഒരു ചെറിയൊരു കത്രിക വെച്ചിട്ട് നമുക്ക് ആ ഇലയൊക്കെ ഒന്ന് പതുക്കെ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ മേളിൽ ഭാഗത്ത് 2-3 ഇലകളൊക്കെ നമുക്ക് വെക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ തണ്ടിൻ്റെ അറ്റം ഉണ്ടല്ലോ, അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതായതുകൊണ്ടേ അതിൽ വിഷം അടിച്ച തണ്ടുകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ തണ്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആ തണ്ടുകളെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഞാൻ ഈ ഇലയുണ്ടല്ലോ അതൊരു പേപ്പറിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു 2-3 ആഴ്ചയൊക്കെ അതുപോലെ തന്നെ ഫ്രഷായിട്ടിരിക്കും കേട്ടോ. അത് നമ്മൾ കഴുകാതെ തന്നെ വെക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കഴുകി നമ്മൾ ഉപയോഗിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ തണ്ടുകളെല്ലാം കൊണ്ടുവന്ന് പൈപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി കഴുകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തണ്ടിലും ഒക്കെയുള്ള അപശമയമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് കഴുകി കുടഞ്ഞ് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു ഗ്ലാസ് ബൗൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു പകുതിയോളം വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. പകുതിയോളം വെള്ളം നമുക്ക് എടുത്തിട്ട് നമുക്ക് ഈ തണ്ടുകളെല്ലാം കൂടെ അതിൻ്റെ അകത്തൊന്ന് മുക്കി വെക്കണം കേട്ടോ. തണ്ടുകൾ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു 5 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു വേര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം 5 ദിവസവും നമുക്ക് വെള്ളം മാറി മാറി ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിന് ശേഷമാണ് നമ്മളിതൊന്ന് മണ്ണിലേക്ക് നട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും ഞാനങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ആ ജാറ് സിങ്കിനോട് ചേർന്നതിനെ ഒന്നെങ്കിൽ വെക്കും, ഇല്ലെങ്കിൽ പിന്നെ സിങ്കിനോട് ചേർന്നതിനെ നമുക്ക് ജനാല ഉണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്ത് വെക്കാം. സൂര്യപ്രകാശം കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വേര് പിടിച്ച് കിട്ടും കേട്ടോ. അതുപോലെ ഞാൻ നട്ടുപിടിപ്പിച്ച പുതിനയിലത്തണ്ടാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കേട്ടോ അത് വളരുന്നത്. ഞാൻ ഇതിൽ നിന്ന് നുള്ളിയാണ് നാരങ്ങാ വെള്ളത്തിലൊക്കെ ഇടാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബായ്.